പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്കൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റുകളിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന ഉപകരണം ഏത്? കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റുകളിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന ഉപകരണം ഏത്? നിങ്ങൾ ഉത്തരം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അവസാനം ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. രണ്ടാമത്തെ ചോദ്യം: കീബോർഡ് ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്ത ഡാറ്റയെ നമുക്ക് ആവശ്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ആകർഷകമാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേര് എന്ത്? കീബോർഡ് ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്ത ടെക്സ്റ്റ് ഡാറ്റയെ നമുക്ക് ആവശ്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ആകർഷകമാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേര് എന്ത്? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം: ഒരു സ്വതന്ത്ര വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ ഏതാണ്? ഒരു സ്വതന്ത്ര വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ ഏതാണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം: ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്ത്? ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയറിൻ്റെ പേര് എന്ത്? അഞ്ചാമത്തെ ചോദ്യം: മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസ്സർ ഏതാണ്? മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസ്സർ ഏതാണ്? ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റുകളിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന ഉപകരണം ഏത് എന്നാണ്. ഇൻപുട്ട് എന്നുള്ള വാക്ക് നമ്മൾ ഓർത്തു വയ്ക്കുക. ഇൻപുട്ട് ചെയ്യാനാണ്. ഉത്തരം നോക്കാം. ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന ഉപകരണം എന്ന് പറയുന്നത് കീബോർഡാണ്. ഒന്നാമത്തെ ഉത്തരം കീബോർഡ്. രണ്ടാമത്തെ ചോദ്യം: കീബോർഡ് ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്ത ടെക്സ്റ്റ് ഡാറ്റയെ നമുക്ക് ആവശ്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ആകർഷകമാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേര് എന്താണെന്നാണ്. ഇൻപുട്ട് ചെയ്ത ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ആകർഷകമാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ പറയുന്ന പേരാണ് വേർഡ് പ്രോസസ്സർ. വേർഡ് പ്രോസസ്സർ. മൂന്നാമത്തെ ചോദ്യം: ഒരു സ്വതന്ത്ര വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ ഏത് എന്നാണ്. നമ്മൾ ഉപയോഗിച്ചതാണ്, നമ്മൾ പഠിച്ചതാണ്, അതിൻ്റെ പേരാണ് ഇവിടെ ചോദിക്കുന്നത്. മൂന്നാമത്തെ ഉത്തരം ലിബർ ഓഫീസ് റൈറ്റർ. ലിബർ ഓഫീസ് റൈറ്റർ. നാലാമത്തെ ചോദ്യം: ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ ഏത്? ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ ഏതാണ്? അതായത് ലിബർ ഓഫീസ് റൈറ്ററാണ് ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ. ലിബർ ഓഫീസ് റൈറ്റർ. അഞ്ചാമത്തെ ചോദ്യം: മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസ്സർ ഏത്? മൈക്രോസോഫ്റ്റ് വേർഡ് അഥവാ MS വേർഡ് എന്നറിയപ്പെടുന്നതാണ് മൈക്രോസോഫ്റ്റ് കമ്പനി തയ്യാറാക്കുന്ന വേർഡ് പ്രോസസ്സർ. ഈ 5 ചോദ്യത്തോടു കൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.